എൻ്റെ അമ്മോ, എന്തെല്ലാമാണോ നടക്കുന്നത്. ഇന്നലെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്തൊരു ന്യൂസ്. ഭർത്താവ് ഭാര്യയെ കഴുത്തറത്ത് കൊന്നു. 36 വയസ്സുള്ള ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് കഴുത്തറത്ത് കൊന്നു. ഇവിടെ സ്ത്രീയുടെ ജീവിതത്തിന് സുരക്ഷയില്ല. സ്ത്രീക്ക് വീട്ടിൽ സുരക്ഷയില്ല, ഭർത്താവിന്റെ വീട്ടിൽ സുരക്ഷയില്ല, റോഡിൽ സുരക്ഷയില്ല, ജോലി ചെയ്യുന്നിടത്ത് സുരക്ഷയില്ല. പിന്നെ എവിടെയാണ് അവർക്ക് സുരക്ഷിതത്വമുള്ളത്? പാവം പിടിച്ച അച്ഛനും അമ്മയും ആ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കി വളർത്തി പഠിപ്പിച്ച് ജോലിയാക്കി അടുത്ത സ്റ്റെപ്പാണല്ലോ കല്യാണം കഴിച്ചു വിട്ടു. അച്ഛനും അമ്മയും ഒരുപാട് സമാധാനത്തോടെ സന്തോഷത്തോടെ ആശ്വാസം നെടുവേർപ്പെടും. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടു, ഞങ്ങൾ അങ്ങനെ ഒരു ഭാരം ഇറക്കി വെച്ചു. ഭാരം ഇറക്കി വെച്ചു എന്നല്ല നമുക്ക് തോന്നേണ്ടെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം ഓരോ ദിവസവും വിളിച്ച് അന്വേഷിക്കണം, മക്കളെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം, എന്താണ് നിങ്ങളുടെ അവസ്ഥ, സന്തോഷമാണോ, ഒന്നും ഒളിച്ചു വെക്കല്ലേ, മറച്ചു വെക്കല്ലേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് പറയുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. കുഞ്ഞുങ്ങളൊന്ന് ചിന്തിക്കുക, ഇത്രയും കാശ് മുടക്കി നമ്മളെ കെട്ടിച്ചു വിട്ടതാണ്, ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? മിക്കവാറും തന്നെ കുട്ടികൾ അങ്ങനെയാണ്. ചില കുട്ടികൾ ചിന്തിക്കും, ഇനി ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലോട്ട് ചെല്ലും, ഇവിടുത്തെ അവസ്ഥ ഓർക്കട്ടെ, കാരണം അവിടെ അനിയന്മാരെ അനിയത്തിമാരെ അല്ലെങ്കിൽ നാത്തുമാരൊക്കെ കാണും, എനിക്കിനി എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല. അങ്ങനെയൊന്നും മക്കളെ നിങ്ങൾ കരുതല്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും പറയുക. അവർ വന്ന് നിങ്ങളെ രക്ഷിക്കും. അല്ലാതെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആരുമില്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, അപ്പൊ ഇനി അടുത്താണ് സൂയിസൈഡ് എന്ന് പറയുന്നൊരവസ്ഥ ഓരോരുത്തരും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ കുട്ടികളെ വിളിച്ച് അന്വേഷിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ചെല്ലണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങായി നമ്മൾ ഉണ്ടാവണം. പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങായിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യില്ല, ഒരു ആത്മഹത്യയും ചെയ്യില്ല. കുഞ്ഞുങ്ങളെ നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പൊരുത്തപ്പെടാൻ പറ്റാത്തതാണെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെച്ചേക്കുക. ആ പെണ്ണ് അതിന് നിരന്തരം പീഡനമായിരുന്നു. വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, അവർക്ക് എവിടെയും ഒരു നീതി ലഭിച്ചില്ല. ഇപ്പൊ അവളുടെ ജീവൻ തന്നെ പോയി. ആർക്ക് പോയി? മാതാപിതാക്കൾക്കൊരു മകളും നഷ്ടമായി, അല്ലാതെ മറ്റൊന്നും ഇവിടെ നടന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അമ്മയില്ലാതായി. ഇതാണ് ഇവിടുത്തെ സംഭവം. കഷ്ടം.